പള്ളിയിൽ സ്വഹാബത്തുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് റസൂൽ. അതിനിടക്കാണ് കുറച്ച് മനുഷ്യർ അവിടേക്ക് നടന്നു വരുന്നത്. അവരുടെ വേഷരൂപമൊക്കെ കണ്ടപ്പോൾ റസൂലിന് ആകെ വിഷമായി. കടുത്ത ദാരിദ്ര്യം കാരണം ഒരു കഷ്ണം തുണിയിൽ തുളയുണ്ടാക്കി അതിലൂടെ തലയിട്ട് ശരീരം മറച്ചവരായിരുന്നു അധിക പേരും. അത് കൂട്ടി തുന്നാനുള്ള നൂലോ സൂചിയോ പോലും വാങ്ങാൻ പ്രാപ്തിയില്ലാത്തവര്. വേദനിപ്പിക്കുന്ന ആ കാഴ്ച കണ്ടിരിക്കാൻ റസൂലിനായില്ല. അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടി റസൂല് തൻ്റെ ഓരോ ഭാര്യമാരുടെ വീട്ടിലൂടെയും കയറി ഇറങ്ങുന്നുണ്ട്. എന്നാൽ പ്രവാചക ഭവനങ്ങളെല്ലാം ശൂന്യമായിരുന്നു. അതിലേറെ വിഷമത്തോടെ തിരിച്ച് പള്ളിയിൽ വരികയാണ്. നിസ്കാരശേഷം സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂല് പറയാണ്, സ്വഹാബ, ഈ മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ? അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കൂ. കേൾക്കേണ്ട താമസം സ്വഹാബത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. വീട്ടിൽ പോയി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തു വന്നു. അവസാനം പള്ളിയിൽ ഭക്ഷ്യവസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയൊക്കെ രണ്ട് കൂമ്പാരം ഉയരുന്നത് കണ്ടിട്ട് റസൂല് തൻ്റെ സ്വഹാബത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നെജദിൽ നിന്ന് വന്ന ആ പാവപ്പെട്ട മനുഷ്യർക്ക് അത് മുഴുവൻ വീതിച്ചു കൊടുത്ത് അവരെ സന്തോഷത്തോടെ തിരിച്ചയച്ചു. സ്വയം ഇങ്ങനെ മുഴുക്കാലി വയറുമായി ജീവിക്കുമ്പോഴും അപരന്റെ പാത്രം നിറക്കാൻ വേവലാതിപ്പെട്ടു റസൂൽ. ചുറ്റുമുള്ളതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഉരുകിത്തീരുകയായിരുന്നു.